വ്യാഴാഴ്ച നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഏപ്രിൽ 9 വോട്ട് രേഖപ്പെടുത്തി മെയ് 4-നാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. വ്യാഴാഴ്ച വോട്ട് ചെയ്യാൻ വേണ്ടി 12 തിരിച്ചറിയൽ ഐഡികളാണ് അനുവദിച്ചിരിക്കുന്നത്. ക്യൂ നിൽക്കുന്നത് മുതൽ വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ അമർത്തുന്നത് വരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളുണ്ട്. ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തിരിച്ചറിയൽ കാർഡും സ്ലിപ്പും ഒപ്പം കരുതാൻ മറക്കരുത്. പോളിംഗ് ബൂത്തിനകത്ത് മൊബൈൽ ഫോൺ, ക്യാമറ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണമുണ്ട്. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന സംശയമുള്ളവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ voters.eci.government.in എന്ന വെബ്സൈറ്റിലോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ എപ്പിക് നമ്പർ നൽകി അത് പരിശോധിക്കാവുന്നതാണ്. 1950 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ച് വിവരങ്ങൾ അറിയാം. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടിംഗ് സമയം. വോട്ടിംഗ് സമയം തീരുന്ന വൈകിട്ട് 6 മണിക്ക് ക്യൂവിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. പുതുതായി ആരെയും പ്രവേശിപ്പിക്കില്ല. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് ഇലക്ഷൻ ID കാർഡാണ്. എന്നാൽ എപ്പിക് കാർഡ് കൈവശമില്ലാത്തവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റ് 11 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ കമ്പനികളിലെ ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ID കാർഡ്, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ, പാൻ കാർഡ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന തൊഴിൽ കാർഡ്, തൊഴിൽ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗങ്ങൾ എന്നിവർക്കുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, ആധാർ കാർഡ് എന്നിവയാണ്. അവ ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും വോട്ട് ദിവസം പോളിംഗ് ബൂത്തുകളിൽ മുൻഗണന നൽകും. ബൂത്തുകളിൽ റാമ്പുകളും വീൽ ചെയറുകളും സജ്ജീകരിക്കും. കാഴ്ച പരിമിതിയുള്ളവർക്ക് ബ്രെയിൽ ലിപി സൗകര്യമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, സഹായത്തിനായി പ്രത്യേക വോളണ്ടിയർമാർ, ആവശ്യമായ ഇടങ്ങളിൽ അന്യഭാഷാ സഹായം എന്നിവയിൽ ലഭ്യമാകും. ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതിനായി യാത്രാ സൗകര്യം ലഭ്യമാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇനി ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ആദ്യപടിയായി പോളിംഗ് സ്ഥലത്തെത്തിയാൽ ക്യൂ പാലിക്കണം. സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രമമനുസരിച്ച് വോട്ടർമാരെ കടത്തിവിടും. ആദ്യം ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ മുമ്പിലാണ് വോട്ടറുടെ തിരിച്ചറിയൽ കാർഡും സ്ലിപ്പിലെ ക്രമനമ്പറും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പാക്കും. തുടർന്ന് ക്രമനമ്പറും പേരും ഉറക്കെ വിളിച്ചു പറയും. ഈ സമയം പോളിംഗ് ഏജന്റുമാർ അവരുടെ പക്കലുള്ള പട്ടിക പരിശോധിച്ച് ശരിയായ വോട്ടർ ആണെന്ന് ഉറപ്പുവരുത്തും. വോട്ടർ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തുമ്പോൾ ഇടത് കൈയിൽ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. തുടർന്ന് വോട്ടർമാരുടെ രജിസ്റ്ററിൽ നിങ്ങളുടെ ഒപ്പോ വിരലടയാളമോ രേഖപ്പെടുത്തുകയും ഒരു വോട്ടർ സ്ലിപ്പ് നൽകുകയും ചെയ്യും. രണ്ടാം ഓഫീസർ നൽകിയ സ്ലിപ്പുമായി നിങ്ങൾ മൂന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തണം. കൈവിരലിലെ മഷി പരിശോധിച്ച ശേഷം ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും. ഇതോടെ കൺട്രോൾ യൂണിറ്റിലെ BC എന്ന് രേഖപ്പെടുത്തിയ ലൈറ്റ് ചുവപ്പ് നിറമാകും. ഈ സമയം ബാലറ്റ് യൂണിറ്റിലെ റെഡി എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തെ ലൈറ്റ് പച്ച നിറത്തിൽ പ്രകാശിക്കും. തുടർന്ന് വോട്ടർ കൗണ്ടറിൽ പ്രവേശിച്ച് താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരും വോട്ടിംഗ് ചിഹ്നവും രേഖപ്പെടുത്തിയിരിക്കുന്നതിനോട് നേരെയുള്ള നീല ബട്ടൺ അമർത്തണം. ഇതോടെ റെഡി ലൈറ്റ് അണയും. സ്ഥാനാർത്ഥിയുടെ പേരിന് സമീപമുള്ള ബട്ടണിനടുത്തുള്ള ലൈറ്റ് ചുവപ്പ് നിറത്തിൽ പ്രകാശിക്കും. വോട്ട് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള VVPAT മെഷീന്റെ സ്ക്രീനിലേക്ക് നോക്കുക. നിങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം, സീരിയൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയ ഒരു പ്രിന്റ് VVPAT യന്ത്രത്തിൽ നിന്ന് പുറത്തു വരികയും 7 സെക്കൻഡ് മിനിറ്റിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ സമയം കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ബീപ് ശബ്ദം കേൾക്കുന്നതോടെ വോട്ട് രേഖപ്പെടുത്തിയതായി മനസ്സിലാക്കാം. ഏതാനും സെക്കൻഡുകൾക്കകം ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ ബട്ടണിനടുത്തുള്ള ചുവപ്പ് ലൈറ്റും കൺട്രോൾ യൂണിറ്റിലെ BC ലൈറ്റും അണയും. ബീപ് ശബ്ദവും നിലയ്ക്കും. ഇതോടെ നടപടികൾ പൂർണ്ണമായി. നിങ്ങൾക്ക് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ബാലറ്റ് യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ബട്ടനായ നോട്ട് അമർത്താവുന്നതാണ്. ഇതും ഒരു സമ്മതിദാനാവകാശമാണ്. എല്ലാ നടപടികളുടെയും മേൽനോട്ട ചുമതല പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. VVPATൽ ബാലറ്റ് സ്ലിപ്പ് കാണാതിരിക്കുകയോ ബീപ് ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. വോട്ടറുടെ ഇടത് കൈയിൽ ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടുക. എണ്ണയോ ഗ്രീസ് പോലെയുള്ള വിരൽ പുരട്ടിയതായി സംശയം തോന്നിയാൽ അത് തുണി കൊണ്ട് തുടച്ചു മാറ്റി മഷി പുരട്ടണം എന്നതാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം. റീപോളിംഗ് വേണ്ടി വന്നാൽ ഇടത് കൈയിൽ നടുവിരലിൽ മഷി പുരട്ടും. ഈ കാര്യങ്ങളെല്ലാം നാളെ വോട്ട് ചെയ്യാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. എല്ലാവരും നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക.